മുംബൈ ടീം ശരിക്കും ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. രോഹിത് ശർമ്മ മാറി പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീമിൽ തർക്കങ്ങളുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങൾ മുംബൈ ജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ CSKയുമായി തോറ്റപ്പോൾ പാണ്ഡ്യക്കെതിരെ വീണ്ടും വിമർശനം വന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ പാണ്ഡ്യ കളിക്കളത്തിൽ ചൂടായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അതുമാത്രമല്ല MS ധോണി 3 സിക്സാണ് പാണ്ഡ്യക്കെതിരെ പായിച്ചത്. അതിൻ്റെ വിഷമവും പാണ്ഡ്യക്കുണ്ടായിരുന്നു. ഇന്നലെ കളി കഴിഞ്ഞ് പാണ്ഡ്യയും പൊള്ളാടും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. ഈ ഒരു സംഭവത്തെ പറ്റി പൊള്ളാട് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ടീം ഇപ്പോൾ നിരാശയിലാണ്. അടുത്തൊരു മത്സരം കൂടി അവർ തോറ്റിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മുംബൈ ടീം പ്ലേ ഓഫ് കാണില്ലെന്നത് ഉറപ്പാണ്. ഇന്നലെ മത്സരം കഴിഞ്ഞ് പൊള്ളാട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഹാർദിക് പാണ്ഡ്യ വലിയ ദേഷ്യത്തിലാണ്. എന്നോട് അവൻ കയർത്ത് സംസാരിച്ചു. എനിക്ക് ശരിയായ റെസ്പെക്റ്റ് അവൻ തരുന്നില്ല. മുൻപത്തെ മത്സരങ്ങളിൽ മല്ലിംഗയോട് അവൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മല്ലിംഗ അത് അത്ര സീനാക്കിയില്ല. എന്നാൽ എൻ്റെ അടുത്തേക്ക് പാണ്ഡ്യയുടെ ദേഷ്യം കാണിക്കാൻ വന്നാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ഇന്നലെ അവൻ അത് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ റിയാക്ട് ചെയ്തു. അതാണ് ഇന്നലെ ടീമിനുള്ളിലെ പ്രശ്നമായത്. അവൻ ക്യാപ്റ്റനാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്നോട് ദേഷ്യം കാണിക്കേണ്ട ആവശ്യം അവനില്ല. അതിനുള്ള ഉത്തരവാദിത്തം അവന് ടീം മാനേജ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഞാൻ മാനേജ്മെൻറ്റ് പറഞ്ഞതനുസരിച്ചാണ് കോച്ചായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളും അവൻ അനുസരിക്കണം. അവൻ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫ്ലോപ്പാണ്. അതുകൊണ്ട് ഞാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അവനത് കേൾക്കുന്നില്ല. എന്നോട് കയർത്ത് സംസാരിച്ചു. എന്നോട് മാത്രമല്ല രോഹിത് ശർമ്മയോടും ഇന്നലെ പാണ്ഡ്യ മോശമായിട്ടാണ് സംസാരിച്ചത്. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ടീമിലുണ്ട്. അതെല്ലാം പരിഹരിച്ച് ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പൊള്ളാട് വ്യക്തമാക്കി. ഇന്നലെ ചെന്നൈക്കെതിരെ തോറ്റപ്പോൾ മുംബൈ ടീം നിരാശയിലാണ്. ടീമിനുള്ളിൽ തന്നെ അടിയായിരിക്കുകയാണ്. പാണ്ഡ്യയുടെ സ്വഭാവം ആർക്കും തന്നെ പിടിക്കുന്നില്ല. പാണ്ഡ്യ സഹതാരങ്ങളോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ പാണ്ഡ്യയുടെ സ്വഭാവം നല്ലതാണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.